തിരുവനന്തപുരം വെള്ളായണി ദേവീക്ഷേത്രത്തിലെ വൈദ്യുതി വിച്ഛേദിച്ച സംഭവത്തിൽ ഇടപെടൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. ജനടിവി വാർത്തയെ തുടർന്നാണ് നടപടി. സംഭവത്തിൽ പ്രതിഷേധം ശക്തമായിരുന്നു. വിവാദമായതോടെ കുടിശ്ശിക തുക ദേവസ്വം ബോർഡ് അടയ്ക്കുകയായിരുന്നു. പ്രശാന്ത് ചേരുന്നുണ്ട് വെള്ളായണി ക്ഷേത്ര പരിസരത്ത് നിന്നും. പ്രശാന്ത്, ഇത് ഹൈന്ദവരുടെ വിജയമാണോ ഹിന്ദുക്കളുടെ വിജയമാണോ? ഒപ്പം പ്രതിഷേധത്തിന് ഫലം കണ്ടിരിക്കുന്നു. പ്രതിഷേധത്തിന് മുന്നിൽ ഹൈന്ദവരുടെ പ്രതിഷേധത്തിന് മുന്നിൽ പിണറായി സർക്കാർ വീണ്ടും മുട്ടുമടക്കിയിരിക്കുന്നു എന്ന് തന്നെയല്ലേ പറയേണ്ടത്? രജനി, തീർച്ചയായും അതിശക്തമായ പ്രതിഷേധമാണ് ഇന്ന് രാവിലെ മുതൽ ഈ ക്ഷേത്ര പരിസരത്തുണ്ടായത്. വിവിധ ഹൈന്ദവ സംഘടനകൾ നേതാക്കന്മാരെല്ലാം ഇവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് നമ്മൾ നിരന്തരം ഈ വിഷയത്തിൽ വാർത്ത നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അതേ തുടർന്നാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകുന്നത്. അല്പസമയം മുമ്പ്, ഏകദേശം 10 മിനിറ്റ് മുമ്പ് ഈ ക്ഷേത്ര പരിസരത്തേക്ക് KSEBയുടെ ഉദ്യോഗസ്ഥരെത്തുകയും ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയും ഒക്കെ ചെയ്തു. ഏകദേശം 24 മണിക്കൂർ നീണ്ടുനിന്ന ആ ഒരു അന്ധകാരത്തിനൊടുവിലാണ് ക്ഷേത്രത്തിന് മോചനം കിട്ടിയിരിക്കുന്നത്. വളരെ ദാരുണമായ സംഭവം ആണ്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുണ്ടാകുന്നത്. ഒരു ദിവസം മൊത്തം മുഴുവനായി, അതായത് രാത്രി മുഴുവൻ ഈ ക്ഷേത്ര പരിസരം അന്ധകാരത്തിൽ കിടക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ശക്തമായ ഒരു സമരങ്ങളും ഈ ക്ഷേത്ര പരിസരത്ത് അരങ്ങേറേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഒപ്പം ഇപ്പോൾ ഹിന്ദുധർമ്മ പരിഷത്തിന്റെ പ്രസിഡന്റുമുണ്ട്. ഗോപാൽജി, ഇത് ഒരു ഹൈന്ദവരുടെ ഒരു വിജയമായിട്ടല്ലേ അങ്ങ് കണക്കാക്കുന്നത്? ഉറപ്പായിട്ടും ഹൈന്ദവരുടെ വിജയമാണ്. ഇതിനോടൊപ്പം എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു സംഗതി, ജനൻ TV ഇന്നലെ ഈ സംഭവം ആ സമയം മുതൽ ഇതുവരെ ഇവിടുത്തെ പ്രവർത്തകരോടൊപ്പം ഹിന്ദു സമൂഹത്തോടൊപ്പം നിലനിൽക്കുന്നു. ശബരിമല പ്രശ്നമുണ്ടായ സമയത്ത് ജനൻ TV ഫുള്ളായിട്ടത് സംരക്ഷിച്ചു. ഇന്നിവിടെ വെള്ളായണി ഈ പ്രശ്നമുണ്ടായ സമയത്തും അഭിനന്ദനം അർഹിക്കുന്ന വിധത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ വിജയത്തിൽ വലിയൊരു പങ്ക് വഹിച്ചത് ജനൻ TV തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ജനൻ TVക്ക് അതിന് നന്ദിയും ഇതോടൊപ്പം രേഖപ്പെടുത്തുകയാണ്. ഈ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം, ഈ ഒരു നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഇത്തരത്തിലൊരു വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനായിട്ട് ഒരു സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ വീടുകളിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതായത് എവിടെയാണോ ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നത് അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കും. ഞങ്ങൾ ഇത് കട്ട് ചെയ്യാൻ പോകുമാണ് എന്ന രീതിയിലൊരു മുന്നറിയിപ്പ് കൊടുക്കും. അത്തരത്തിലുള്ള ഒരു സമീപനങ്ങളും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ KSEBയുടെ ഭാഗത്തുനിന്നോ ഇവിടെ ഉണ്ടായിട്ടില്ല. നേരത്തെ നോട്ടീസ് നൽകി എന്ന് പറയുന്നതല്ലാതെ ഈ വൈദ്യുതി ബന്ധം ഈ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി വിച്ഛേദിക്കുക ചെയ്തത്. ഈ ഒരു നീതീകരിക്കാൻ അല്ലെങ്കിൽ ഈ ന്യായീകരിക്കാൻ പോലും കഴിയാത്ത ഈ ഒരു നടപടി, ഇതിനെതിരെ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതല്ല. ഉറപ്പായിട്ടും അതെ. ആ നടപടി ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ ആ നടപടിയുമായി മുന്നോട്ട് പോകും, കേസുമായി മുന്നോട്ട് പോകും. ഇപ്പോൾ തന്നെ ഹൈക്കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. ഇത് പരസ്പരം പൂരകങ്ങളാണ് ഈ സംഗതികൾ. സ്വാഭാവികമായും ഈ ഇത്തരം വൃത്തിഹീനമായ പ്രവർത്തനം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് അഭിപ്രായം. സ്വാഭാവികമായും ഇവിടുത്തെ പ്രവർത്തകരും ബാക്കിയുള്ള ആൾക്കാരും കൂടി ആലോചിച്ചുകൊണ്ട് ആ നിയമ നടപടിയായി മുന്നോട്ട് പോകും. ഈ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായൊരു വീഴ്ച എന്ന് പറയുന്നത്, ദേവസ്വം ബോർഡിനോട് നേരത്തെ 2 തവണ ഈ KSEB നോട്ടീസ് നൽകിയെന്ന് പറയുന്നു. ഇത്തരത്തിൽ കുടിശ്ശികയുണ്ട്, അത് അടയ്ക്കണമെന്ന് കാണിച്ചിട്ട് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അത് അടയ്ക്കാൻ തയ്യാറായില്ല. ദേവസ്വം ബോർഡ് സ്വീകരിച്ചത് ഇത് മുൻ ഭരണസമിതി അല്ലെങ്കിൽ ഉപദേശക സമിതി അവർ അടയ്ക്കട്ടെ എന്നൊരു സമീപനമാണ് ഈ ദേവസ്വം ബോർഡ് സ്വീകരിച്ചത്. അതായത് നമുക്കറിയാം, ഈ കഴിഞ്ഞ ഉത്സവത്തിന് ശേഷം നീക്കിയിരിപ്പ് തുക ഇപ്പോഴും അത് കോടതിയിൽ അതിൻ്റെ ഓഡിറ്റ് കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ടൊരു നീക്കിയിരിപ്പ് തുക ഉണ്ട് അവിടെ. അതിൽ നിന്ന് എടുത്ത് അടയ്ക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അത് അടയ്ക്കാതെ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെതായ ക്ഷേത്രം തനത് ഫണ്ടിൽ നിന്ന് ഇതെടുത്ത് അടയ്ക്കാതെ ഈ ഉപദേശക സമിതി അടയ്ക്കട്ടെ എന്നൊരു നിലപാട് സ്വീകരിച്ച് മനഃപൂർവ്വം ഈ ക്ഷേത്രത്തെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടായത്? ഉത്സവത്തിൻ്റെ ചെലവ് വഹിക്കുന്നത് സാധാരണ പഞ്ചായത്താണ്. ആ പഞ്ചായത്താണ് ഇലക്ട്രിസിറ്റിയുടെ പണം അതിൻ്റെ ഭാഗമായിട്ടാണ് അടയ്ക്കുന്നത്. ബാക്കി അകത്തെ പൈസ മുഴുവൻ അടയ്ക്കേണ്ടത് ദേവസ്വം ബോർഡ് തന്നെയാണ്. ആ ദേവസ്വം ബോർഡ് ഇത് മനഃപൂർവ്വം ഉപദേശ സമിതിയാണ്, ഉപദേശ സമിതി പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. ആ ഉപദേശ സമിതിയാണ് അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് സെക്രട്ടറി എന്ന് പറഞ്ഞൊന്ന് കൊടുത്തിരിക്കുന്നത്. 33 വർഷം നടന്ന മരിച്ചുപോയ സെക്രട്ടറിക്കാണ് ശരിക്കത് കൊടുക്കേണ്ടത്. അവരങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിനുശേഷം അങ്ങനത്തെ ഒരു ഏർപ്പാടില്ല. അപ്പോൾ മനഃപൂർവ്വം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം ഒരു വഞ്ചന, ഹിന്ദു സമൂഹത്തോടുകൂടി കാണിക്കുന്ന വഞ്ചന, ക്ഷേത്രങ്ങളോടുകൂടി കാണിക്കുന്ന വഞ്ചന. ഈ വഞ്ചനയായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. സ്വാഭാവികമായിട്ടും ഇന്ന് പ്രതിഷേധിച്ചതുപോലെ തന്നെ ഭാവിയിലും ഈ പ്രതിഷേധമുണ്ടാകും. നിയമപരമായി നേരിടാൻ ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ തയ്യാറാകും എന്നാണ് ഈ സമയത്ത് പറയാൻ.
അതാണ് രജനി, അതായത് ഇത്തരം ഒരു സമീപനം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ടായത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഹിന്ദുധർമ്മ പരിഷത്ത് അടക്കമുള്ള സംഘടനകളും പറയുന്നത്. നമുക്ക് ഈ നിമിഷം വരെ വിവിധ ഈ സംസ്ഥാനത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ നമ്മളോട് വിളിക്കുകയും ഐക്യദാർഢ്യം അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഈ വാർത്ത നൽകിയതിൽ. അതായത് ഇത്തരം ഒരു സമീപനം ക്ഷേത്രത്തോട് കാണിച്ച ഈ ഒരു സമീപനം അത് തെറ്റായിപ്പോയി എന്നൊരു തരത്തിൽ പലരും അഭിപ്രായപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു രാത്രി മുഴുവനും ക്ഷേത്രത്തെ അന്ധകാരത്തിൽ നിർത്തുന്ന ഒരു സമീപനമാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായത്. യാതൊരു മുന്നറിയിപ്പും ഇതിൽ നൽകിയതുമില്ല. വൈദ്യുതി ബന്ധം നേരിട്ട് വിച്ഛേദിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന തിരുമുടി അടക്കമുള്ള ദേവിയുടെ തിരുമുടി അടക്കമുള്ളവ ഈ ക്ഷേത്രത്തിലുണ്ട്. അതീവ സുരക്ഷ വേണ്ട ഒരു സാഹചര്യമാണ് ഈ ക്ഷേത്ര പരിസരത്ത് ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ അതിലേക്കൊന്നും കടക്കാതെ അത്തരം നടപടികളൊന്നും സ്വീകരിക്കാതെ ഇത് ഈ ക്ഷേത്രത്തെ ഭക്തർക്കൊപ്പം തന്നെയാണ്, വിശ്വാസികൾക്കൊപ്പം തന്നെയാണ്. അത് വീണ്ടും തെളിഞ്ഞിരിക്കുന്നു. ജനൻ ടി വി വാർത്തയെ തുടർന്നാണ് തിരുവനന്തപുരം വെള്ളായണി ദേവി ക്ഷേത്രത്തിലെ വിച്ഛേദിച്ച വൈദ്യുതി വീണ്ടും പുനഃസ്ഥാപിച്ചത്. ഒപ്പം തന്നെ സംഭവത്തിൽ പ്രതിഷേധവും ഹൈന്ദവ സംഘടനകളടക്കം പ്രതിഷേധവും ശക്തമാക്കുന്നു. അതും ഫലം കണ്ടു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.